എന്താ അയ്യോ അയ്യോ വണ്ടിയുടെ മുമ്പിൽ മാറാം എന്തോന്നാണത് എവിടെ നോക്കിയാണ് നടക്കുന്നത് വണ്ടിയുടെ മുമ്പിൽ ചാടാൻ ഓരോന്ന് കുറ്റം പിടിച്ച് രാവിലെ ഇറങ്ങും ആഹാ എന്റെ മേത്ത് വണ്ടി ഇടിച്ചിട്ട് എന്നോട് ചൂടാവുന്നു എന്നാ ഞാനും ചൂടാവും എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് എന്നോട് കളിക്കരുത് ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ല ഞാനാണെന്ന് തനിക്കും അറിയില്ല ഞാൻ എത്ര പേര് ഓടിച്ചില്ല ഞാൻ ഓടിച്ച് തനിക്കറിയോ നീ ആരായാലും എനിക്കെന്താ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ അടിച്ചതിന്റെ പലിയാണകും നീ ചെറ്റിയാണെങ്കിൽ ഞാൻ മഹാ ചെറ്റിയാ വണ്ടി എടുത്ത് പോടാ മേൽ നീ പൈസ എടുത്താൽ കണ്ടുപോകണ്ടല്ലോ വണ്ടി എടുത്ത് പോടാ പോടാവുന്ന അവിടെ നിൽക്കേ ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്ത് കയറിയത് ഇതെന്താ നിന്റെ തറവാട് സ്വത്താണെന്ന് കരുതിയോ ഞാനിവിടെ മാനേജറായിട്ട് എന്താണോ ഇന്നാളെ ഒരുത്തം വന്ന് പറഞ്ഞു വിളിച്ച മുതലാളിയാണെന്ന് ഓരോരോ ഭ്രാന്തന്മാർ വന്ന് കയറിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇവിടെ എല്ലാരും ഭ്രാന്തന്മാരാന്നാ തോന്നുന്നത് എന്തോന്നാണോ പെരുവെറുക്കുന്നേ ഇറങ്ങി പോടോ എടോ ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ മാനേജറായിട്ട് വന്നാണ് ചേട്ടാ തള്ളു ഞാൻ മുതലാളി കാണട്ടെ എന്താ കൃഷ്ണൻകുട്ടി ആരാ അവിടെ ഏതോ ഭ്രാന്തയോ കൊച്ചമ്മേ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടേരി കൃഷ്ണൻകുട്ടി മാറോ മാഡം എന്താണോ ഇത് ഞാനിവിടെ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ വരുന്ന വഴിയിൽ ബൈക്ക് കൊണ്ട് ചെളി വീണു അതാ ഇങ്ങനെ വരൂ ടവലെടുക്കാൻ മറന്നല്ലോ എന്താ മിസ്റ്റർ പിന്നെന്താ ഇവിടെ ഒരു പൊട്ടം കളി അല്ല ബാഗിൽ നിന്ന് ടവലെടുക്കാൻ മറന്നു എടുത്തു തരാം May I come in, madam? Oh, sweet. Madam. Take your seat. Thank you, madam. Certificates. മിടുക്കൻ. ആ ബിസിനസ് മാനേജ്മെന്റിൽ ഫസ്റ്റ് റാങ്ക് ആണല്ലോ മിടുക്കനെന്ന്. Thank you, madam. ശരത്ത് വിവാഹിതനാണോ? അല്ല മാഡം. ഭാഗ്യം. അല്ല ശരത്തിന്റെ പ്രായത്തിലുള്ള മറ്റു ചെറുപ്പക്കാരെ പോലെ നേരത്തെ വിവാഹം കഴിച്ച് ജീവിതത്തിന്റെ സുഖമൊന്നും നഷ്ടപ്പെടുത്തിയില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോ ശരത്ത് ഇങ്ങോട്ട് പോന്നാ പിന്നെ അമ്മ ഒറ്റയ്ക്കാവില്ലേ? ഇല്ല, തൊട്ടടുത്ത അമ്മാവന്റെ വീട്. ഓഹോ, അപ്പൊ കുഴപ്പമില്ല. ശരത് അല്ലേ? അതെ സർ. ഇരിക്കും. സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓ സർ. അതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ശരത് എത്രയാ ശമ്പളം പ്രതീക്ഷിക്കുന്നത്? അത് മടിക്കണ്ട, പറഞ്ഞോളൂ. ഒരു 6000 പെർ മന്ത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് 4000 തന്നെ അധികമാ. കാര്യങ്ങൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ ഫെർണാണ്ടസ്. ശരത്തിനെ പോലൊരു MBA റാങ്ക് ഹോൾഡർക്ക് 10,000 റീസണബിൾ ആണ്. യു ആർ ഗെറ്റിംഗ് 10,000 ശരത് ആൻഡ് ഫ്രീ അക്കോമഡേഷൻ. റിയലി? താങ്ക് യു മാഡം. ശരത്
ക്വാർട്ടേഴ്സിന്റെ കീ ആണ്. താങ്ക് യു മാഡം. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ യങ്മാൻ. ഞങ്ങളുടെ എസ്റ്റേറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ. എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ ശരത്, ഓൾ ദി ബെസ്റ്റ്. ആ ഗ്ലോറി, നമ്മൾ തമ്മിലുള്ള പ്രശ്നം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചെങ്കിലും പുറത്തെടുക്കായിരുന്നൂടെ? നമ്മളോ? അതൊക്കെ എന്നെ അവസാനിച്ചു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പാപ്പു, എന്നെ കുറിച്ച് തമിഴിലൊരു പാട്ടുണ്ട്. എന്താന്ന് തനിക്ക് തെരിയുമാ? ഷൺമുഖ. അങ്ങനെ ഇപ്പൊ അശഞ്ഞെളിയണ്ട. എന്റെ പേരിലും പാട്ടുണ്ട്. തന്റെ പേരില് പാട്ട് എന്താ പാപ്പു? പാപ്പു ആ ഐ എടാ പാപ്പു, അങ്ങ് പറടാ. നമ്മ മാനേജർ താമസിച്ചിരുന്ന വീട് ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു. അവിടെ ലൈറ്റ് കെടുന്നു ഓഫ് ആവുന്നു, കെടുന്നു ഓഫ് ആവുന്നു. ശരിയല്ലോ അശനെ, അവിടെ കള്ളം കയറി ലക്ഷണമുണ്ട്. വാടാ, 2 വടി എടുക്ക്, നമുക്ക് പോയി നോക്കാം. ഏ മുള്ളു മുള്ളു. ഇവിടെ പോളാൻ ഒച്ചേ. അതല്ല, കാലയിലെ മുള്ളു. ഓ, മുള്ളു തുടങ്ങേണ്ട ഒരു സമയം. അയ്യോ, ആശാനെ തുടക്കും. ആശാനെ, ആശാനെ. രാവിലെ തന്നെ എവിടേക്കാ ഇത്ര സ്പീഡില്? അണ്ണാ, ഞാനും കൂടെ കയറിക്കോട്ടെ ഈ സൈക്കിളില്? ഇത്രയും നല്ലൊരു സാധനത്തിനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണുതള്ളി നിൽക്കുക? സ്വയം അങ്ങ് തീരുമാനിച്ചപ്പോഴല്ലോ, എനിക്കൂടെ ഒന്ന് തോന്നണ്ടേ? എന്നെ കണ്ട ഏത് കണ്ണുപൊട്ടനും പറയും നല്ല അടിപൊളി ചരക്കാണ്. ആ, കണ്ണുപൊട്ടന്മാരെ പറയൂ. അന്നമ്മയെ കണ്ടപ്പോ അന്നം മറന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യം വിട്ടു. നീ ഏതാടി പെണ്ണെ? ഞാൻ ഷൺമുഖോ? ആ, ഇവിടുത്തെ എസ്റ്റേറ്റ് ജോലിക്കാരനാ ഷൺമുഖം. എന്റെ മാമനാ. അപ്പൊ മാമന്റെ പേര് പറഞ്ഞു, നിന്റെ പേര് പറഞ്ഞല്ലോ. ലക്ഷ്മി. ആ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. കഴിച്ചിട്ട് പാത്രം പുറത്തു വെച്ചാ മതി, ഞാൻ വന്നെടുത്തോളാം. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ് സർ. ശരത് റെഡിയാണോ? റെഡി സർ. ആ ശരത്, മൊത്തം 3000 ഏക്കറാണ് നമ്മുടെ എസ്റ്റേറ്റ്. ദാ, ആ ഏരിയ മുഴുവൻ കാപ്പിയാണ്. അതിനപ്പുറത്താണ് ഏലം. അങ്ങ് താഴെയായിട്ടാണ് തേയിലത്തോട്ടം. അത് മാത്രം ഒരു 1500 ഏക്കർ വരും. പിന്നെ അതിനപ്പുറത്തൊരു 100 ഏക്കറുണ്ട്.
ആ സ്ഥലത്തിന്റെ കൈവശാവകാശത്തെ ചൊല്ലി നമ്മൾ ഗവൺമെന്റുമായിട്ട് ഒരു കേസും നിലവിലുണ്ട്. എല്ലാം ഞാൻ നേരിട്ട് കാണിച്ചു തരാം. വണ്ടി കയറി. ശരി സാർ. ഫെർണാണ്ടസ്, കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് സാമുവൽ വിളിക്കുന്നു. നമ്മുടെ കേസിന്റെ ഹിയറിംഗ് 16-ന് വെച്ചിരിക്കുക. ഫെർണാണ്ടസ് ഫോൺ അറ്റൻഡ് ചെയ്യൂ. ശരത്തിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അഡ്വക്കേറ്റ് ഫോണിൽ വെയിറ്റ് ചെയ്യുന്നു. ശരത്തിന് ഡ്രൈവിംഗ് അറിയില്ലേ? അറിയാം. എന്നാ വണ്ടി എടുത്തോളൂ. കണ്ടോ ശരത്? ആ കാണുന്നെല്ലാം കുന്നുകളാ. ഇവിടെ നോക്ക്, ആ കാണുന്ന ഏലത്തോട്ടം, അതിനടുത്തത് തേയില, പിന്നെ ഇവിടെ നിറയെ കാപ്പികളുണ്ട്. ശരത്തിന് ഇഷ്ടപ്പെട്ടോ? എന്ത് രസമല്ലേ? ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു സ്വർഗീയ അനുഭൂതി തോന്നുന്നു എനിക്ക്. ശരത്തിനോ? ആ, പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ശരത്, ദേ, അങ്ങോട്ട് നോക്ക്. ഏയ്, മാഡം പ്ലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ, മതി മതി മതി, ഇവിടെ വണ്ടി നിർത്ത്. ഇവിടെ ഒരു സ്ഥലം കാണാനുണ്ട്. ആ. വരൂ ശരത്, വാ. നമുക്ക് ഇതിന് മോളിൽ കയറുന്ന നോക്കാം. വാ. അയ്യോ, ഞാൻ വീഴും. പിടിക്ക്, പിടിക്ക്, പിടിക്ക്. അയ്യോ, പിടിക്ക് ശരത്. അയ്യോ, അയ്യോ. Come on. പേടിച്ചുപോയി. നോക്കൂ ശരത്, ഈ കാണുന്നതൊക്കെ നമ്മുടെ എസ്റ്റേറ്റുകളാ. തലയിൽ എന്ത് പറ്റി അണ്ണന്മാരെ? അത് ഇന്നലെ ഞാനും ഇവനും കൂടി ഒരു കള്ളനെ പിടിക്കാൻ പോയപ്പോ എന്നിട്ട് പറ്റിയതാ. എന്നിട്ടെന്ത് പറ്റാനാ? കള്ളൻ ഓടിക്കളഞ്ഞു. വെറുതെ ഒരു അടി കിട്ടിയത് മിച്ചം. പിന്നെ ചിന്ന കളി നോക്കടി പണി. ഏ? എന്താണ്ടാ കളിക്കുന്നത്? എന്താണ്ടാ പാടിക്ക് നോക്കടാ. കേറില്ലേ പോയെ? എന്റെ മോളെ. അമ്മ വണക്കമ്മ. വണക്കം. നമസ്കാരം. നമസ്കാരം. ഇതാരാമ? ഇതാണ് ശരത്, നിങ്ങളുടെ പുതുതായി വന്ന മാനേജർ. വണക്കയ്യ. വണക്കയ്യ. വണക്കം വണക്കം. ദേ, ആ കാണുന്നതെല്ലാം നമുക്ക് നാളെ കാണാം. ഓ, അയ്യോ, ഇയാളല്ല അയാള്. അമ്പോ, അങ്ങോട്ട് മാറിക്കട. എന്താണ് ഇത്? എന്താ ശരത് എന്ന ജോലിക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. ഞാൻ സ്റ്റോർ വരെ പോയിട്ട് വരാം. ഓക്കേ? ഓക്കെ മാഡം. അയ്യാ, ഛേ, എന്താണോ? എഴുന്നേടോ. അയ്യാ, ആഹാ, താനായിരുന്നു. എന്താണോ ഇത്? എന്നെ കാലിൽ തൂക്കി എറിയാൻ വന്നതാ? അല്ല സാറേ, ആ താളറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പുറത്ത് മാപ്പാക്കി ക്ഷമിച്ച് മനസ്സിൽ പകയൊന്നും വെക്കാതെ ഈ ഉള്ളവനെ വെറുതെ വിടണോ? എന്നെ പറഞ്ഞു വിടരുത് സാർ. പറഞ്ഞു വിടുകയോ? തന്നെയോ? എന്തിന്? എങ്ങോട്ട്? അപ്പൊ സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഈ തോട്ടത്തിന്റെ എല്ലാമായ സന്മുഖൻ. ആഹാ, ആ ദരിദ്രവാസം നീയാണല്ലേ? നിന്നെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. ഇനി മേലാൽ ഈ എസ്റ്റേറ്റിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. അങ്ങനെ പറയരുത് സാർ. അന്ന് എല്ലാരും കൂടി എന്നെ ഓടിച്ചപ്പോ ഞാൻ അറിയാണ്ട് ബൈക്കിന് മുന്നിൽ വീണ് പോയതാണ്. ഗജബോക്കിയാണെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. സാറിന് അറിയാമോ, ഞാനൊരു പേടിത്തൊണ്ടിയാ. താൻ ഇനി ഒന്നും പറയണ്ട. തനിക്ക് ഇനി ഇവിടെ ജോലിയില്ല. ദാ ഈ കൈ കണ്ടോ? ഇതുകൊണ്ട് കൊളുന്തുന്നുള്ള മാത്രമല്ല, ഇങ്ങനെ കൂപ്പാനും അറിയാം. എന്നെ പറഞ്ഞു വിടരുത് സാർ. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ.
യെസ്. ശരത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാവിലേക്ക് വരൂ. അക്കൗണ്ട്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഉം? ശരി മാഡം. യെസ്. ഗുഡ് ഈവനിങ് ശരത്. ഗുഡ് ഈവനിങ്. എസ്റ്റേറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റാ, നോക്കിക്കോളൂ. ശ്ശോ, ഓ എന്തൊരു ചൂടാ. വല്ലാത്ത ദാഹം. ക്രെഡിറ്റ്. ഇത് കഴിഞ്ഞ വർഷത്തെ ബോണസിന്റെ കണക്കാ. ഇത് ഏലത്തിന്റെ. പിന്നെ ഇത് തേയിലയുടെ. ശരത്തിന് മനസ്സിലായില്ല അല്ലേ? ശരിക്കും നോക്കിക്കോളൂ. ഇപ്പോഴത്തെ കണക്കാണ് ഇതൊക്കെ.
സോറി മാഡം, ഐ എം സോറി. ചൊരണ്ടി ചൊരണ്ടി കളിക്കാണ്ട് വേഗം നോക്കണ. മോളെ കയ്യൊന്ന് മുറിയരുത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷമാണ്? വാ, ഇങ്ങോട്ട് വാ. ആ പിന്നെ അണ്ണാ, നാളെ മുതലാളിമാർ രണ്ടുമൂന്ന് പേര് ഈ വഴി കറങ്ങുന്നുണ്ട്. നല്ല 2 കലാകാരികളെ ഏർപ്പാടാക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഈ ഷൺമുഖണ്ണൻ ഏർപ്പാടാക്കുന്ന കലാകാരികൾ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ അണ്ണനെ തേടി ഞാൻ വന്നത്. അല്ല, കലാകാരികൾ മാത്രം മതിയോ അതോ വല്ല നാടകവും? ഏയ്, അതൊക്കെ അവര് കൊണ്ടുവന്നോളും. എന്നാ ഞാനങ്ങോട്ട്. പിന്നെ എന്താണ് ഒന്ന് പറയുന്നത്? ഓ, അഡ്വാൻസ് വേണമായിരിക്കും അല്ലേ? വേണ്ടായിരുന്നു. ആ, ഓ, ദേ പിന്നെ 1 2 അണ്ണാ സൗഖ്യമാ? സൗഖ്യം താൻ കലക്കത്ത് പാറ് സ്റ്റൈലേ. லட்சுமி, ஹாய் முத்துவண்ணன். ஏ கண்ணே, பார்த்துட்டு எவ்வளவு நாளாச்சுடா, இவ்வளவு சந்தோஷமா இருக்க. வாங்கண்ணா. கொடுங்க. முத்துவண்ணா, எத்தனை நாளாയി கண்டிட்டு? எப்படி இருக்க? சௌக்கியமா? கண்ணே லட்சுமி, அறிவு கெட்ட முண்டங்க நிறைஞ்ச இந்த உலகத்துல காதலிப்பவன் மனசு யார் அறிவான்? கண்ணே, என்ன மன்னிச்சிடு. அப்படி ஒண்ணும் சொல்லாத முத்துவண்ணா, நீங்க எனக்கு கடவுள் மாதிரி. ரொம்ப அழகா இருக்கு. நில்லு நில்லு நில்லு. எனக்கு ரொமான்ஸ் வர்றதுக்கு பாட்டு வேணும்னு தெரியாதாடா உனக்கு? கருத்த மச்சான் பஞ்சத்தன எதுக்கு வச்சான்? பருத்திக்குள்ளே பஞ்ச வச்சு வேடிக்கை வச்சான். அப்பப்போ எப்பப்போ கருத்த மச்சான் பஞ்சத்தன எதுக்கு வச்சான்? பருத்திக்குள்ளே பஞ்ச வச்சு வேடிக்கை வச்சான். அப்பப்போ எப்பப்போ கருத்த மச்சான் தங்கத்தனம் எதுக்கு வச்சா? கெட்டிப்பிடி கெட்டிப்பிடி ஒண்ணு இங்க எடுத்து வேண்டாம். நீங்க யாரு? எம்ஜிஆர் ஜெயலலிதா ஜோடிയോ? മാമക്ക് ഇമ്മ ഇങ്ക വേണ്ട. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മരുമകളുടെ പിന്നാലെ നടക്കരുതെന്ന്. വീട്ടിൽ പോടി. പോടാ. ഇനി പരിസരത്തെങ്ങനെ കണ്ടാൽ നിന്നെ സുട്ടിടുവേ റാസ്കിൾ. ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ശ്രമിക്കൂ. എനിക്ക് ശ്രമിക്കും. മാഡം എന്താ മാഡം, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ? അയ്യോ
ശരത് പോകരുത്. ശരത് പോകരുത്. പ്ലീസ് പോകരുത്. ശരത്. മോനെ ദാ, എഴുന്നേക്ക്. ഹെ, കരയാതെ കരയാതെ മോനെ, ആരുമില്ലേ? എന്റെ മോനെ, ആ ഇതാ, പേടിക്കാനൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. കുട്ടി ഒന്ന് ശ്രദ്ധിച്ച് വളർത്തിക്കൂടെ? വേണ്ട മോനെ, കരയണ്ട. ഒന്നുമില്ല, കരയാതെ. വാ 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 വാ. യാദ മോനെ, വാ. ആ, കരയാതെ. ആ, ഔ. വാ, 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 വാ. കരയണ്ട കേട്ടോ. ആശാനെ ഏ? ഒന്നടിക്കുന്നോ? അയ്യോ, ആടിയല്ല, പിന്നെന്താടിയാ? ഇതടിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. നല്ല സ്വയംഭൻ സാധനമാ. ഡ്യൂട്ടി സമയത്ത് ഞാൻ കഴിക്കാറില്ല. ആശാൻ എന്തോന്ന് ഡ്യൂട്ടി? അതല്ലടാ, ആ മാനേജറുടെ കാല് പിടിച്ച് കിട്ടിയ ജോലിയാ. നീയായിട്ട് അത് കളഞ്ഞു കുടിക്കല്ല. ഓ, എന്തോന്ന് മാനേജരി. ആശാന്റെ മുമ്പിൽ അവനായി. ആരാ? ആ, വേണേ കഴിച്ചോ, തീർന്നു കഴിഞ്ഞിട്ട് ഈ പാവത്തിന് കുറ്റം പറയരുത്. ഏതായാലും നീ കൊണ്ടുപോകുന്നല്ലോ, ഒരു രേസം താ. ആ, ഇരി, ഇരി, ഇരി. ഒരു രേസം. ആ, കുടി കുടി. ഒരു രേസം. അയ്യോ. ഏ? അയ്യേ. ആ, ഒന്നുകൂടെ താ. ഓ. ഡേയ്, ജോലി സമയത്ത് തരികട കളിക്കുന്നടാ. ജോലി ചെയ്യാ. മര്യാദക്ക് ജോലി ചെയ്യടാ. ജോലി സമയത്ത് തരികട കളിക്കുന്നു. അത് ശരി. എന്താണ് എനിക്കൊക്കെ ചമ്പളം കൊടുക്കടാ? എന്താ മര്യാദക്ക് ജോലി ചെയ്യടാ. എന്താ നിന്നെ ഞാനുണ്ടല്ലോ കൊറേ ദിവസയാ. മോളെ, നീ നല്ല പണിക്കാരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? മോളെ, നിനക്ക് നല്ല ശമ്പളം ഞാൻ തന്നിട്ടോ. മര്യാദക്ക് പണിയെടുക്കടാ. നിങ്ങൾ കുറെ ദിവസം ഞാൻ പറയില്ല, മര്യാദക്ക് പണിയെടുക്കടാ. എന്താ രക്ഷകളെ പറഞ്ഞനുസരിച്ചില്ലടാ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലടാ, നോക്കണ പണി. ആ, തരക്കില്ല. എന്തായി എന്തായി? അത് ശരി. നിന്നോട് ഞാൻ പലതവണയെ പറയുന്നു, ജോലി സമയത്ത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. കുറച്ച് നാളെ ഞാൻ ക്ഷമിക്കുന്നു. ആര് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ പറയുന്നേ? നിങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കി. ആഹാ, നീയുണ്ടല്ലേ? രണ്ടുപേരെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, അത് വന്ന് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഞാൻ പറയുന്നവരെ നിങ്ങൾ രണ്ടുപേരോട് ജോലിക്ക് വരണ്ട. പാപ്പി പോയാ ജോലി.
ഏതായാലും നനച്ചില്ലേ ഇനി നമുക്ക് കുടിച്ചു കയറാശാലേ ഏതായാലും ജോലി പോയി ഈ കുടിച്ചാലെന്ത് കുടിച്ചില്ലെന്ത് എന്നെ പിരിച്ചുവിടെ അവനിവിടെ താരാ मैं उसको नहीं छोड़ेगा എടാ പാപ്പി ഇന്ന് രാത്രി തന്നെ അവനവിടുന്ന് പേടിപ്പിച്ച് പറവർപ്പിക്കണം ലക്ഷ്മി പാത്രം അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. ലക്ഷ്മി അല്ലടാ, നിന്റെ അമ്മാവനാ. അമ്മാവനോ? ആഹാ, അമ്മാവനായിരുന്നു. എന്താടാ എസ്റ്റേറ്റ് മാനേജറൊക്കെ ആയിട്ട് 10 മണി വരെ കിടന്ന് ഉറങ്ങുക നീ? അമ്മാവനെന്താ ഇത്ര കാലത്തെ? അതൊക്കെ പറയാം. ആദ്യം ഞാൻ നിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണട്ടെ. മൊത്തത്തിൽ മോശമില്ലല്ലോടാ മാനേജരെ. എല്ലാ എസ്റ്റേറ്റ് വകയാ. ഓ, ഒരു എസ്റ്റേറ്റ് മാനേജർ ആയാലും ഇത്രയൊക്കെ സൗകര്യം കിട്ടുമോ? അസലായിട്ടുണ്ട്. വാ അമ്മാവൻ വാ. ആ ഇങ്ങോട്ടിരിക്കൂ. ആ അല്ല, അമ്മാവനെന്താ പെട്ടെന്ന്? വീട്ടിലമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലോ? ഉണ്ടല്ലോ. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും ദേവിക്കും നിന്റെ അമ്മായിക്കും എല്ലാം ഉണ്ട് വിശേഷങ്ങൾ. ഞങ്ങൾ അതങ്ങോട്ട് ഉറപ്പിച്ചു. നിന്റെയും ദേവിയുടെയും കല്യാണം. ജോലിയായിട്ട് മതി, ജോലിയായിട്ട് മതി എന്ന് പറഞ്ഞേ കുറച്ചു കാലമായല്ലേ ഇത് നീട്ടണത്. എന്താ പറയാനുള്ളത്? അത് എന്റെ അമ്മാവൻ വന്നിരുന്നു. ആഹാ, എന്നിട്ട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനൊക്കെ പറഞ്ഞു കിട്ടോ? അതല്ല സർ, എന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് അമ്മാവൻ വന്നത്. ആഹാ, അതൊരു നല്ല വാർത്തയാണല്ലോ. സർ, എനിക്ക് നാളെ തന്നെ പോണമെന്നുണ്ട്. അതിനെന്താ, ലീവ് ശരിയാക്കാലോ. ലീവിന്റെ കാര്യം മാത്രമല്ല സർ, ആ, അമ്മാവൻ നാട്ടിലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അത് ശരി. ഇവിടുത്തെ അത്ര ശമ്പളമൊന്നും ഇല്ലെങ്കിലും ദിവസവും വീട്ടിൽ നിന്ന് പോയി വരാം. പിന്നെ ദേവിക്കും അവിടെ തന്നെ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ആഹാ, അത് കൊള്ളാമല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാലോ. താൻ എവിടെയാണെങ്കിലും തനിക്ക് നല്ലതേ വരൂ. ശരത്ത് ഒന്നിങ്ങി വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, എന്താ ശരത്, എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇത്ര വേഗം കല്യാണം കഴിക്കുന്നത്? അല്ല മാഡം, ദേവിയും ഞാനും കുട്ടിക്കാലം മുതൽ ഒന്നിച്ചു വളർന്നതാ. ഇപ്പൊ മുതിർന്നപ്പോ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു. ഒരു ജോലി കിട്ടിയിട്ട് മതിയെന്ന് കരുതിയാ ഇത്രനാൾ വൈകിയത്. ഇപ്പോ ഡേറ്റ് കൂടി നിശ്ചയിച്ച സ്ഥിതിക്ക് അതിനെന്താ, കല്യാണം നടക്കട്ടെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. കല്യാണം ഇപ്പൊ കഴിച്ചില്ലെങ്കി പിന്നെ എപ്പോഴാ? ആ പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കല്യാണം കഴിഞ്ഞാലും ശരത്ത് ഇവിടുന്ന് പോകരുത്. നാട്ടിൽ നിങ്ങൾ രണ്ടാൾക്കും കിട്ടുന്ന ശമ്പളവും സൗകര്യങ്ങളും ഞാൻ ഇവിടെ തന്നാ പോരെ. പിന്നെ പുതുമണവാള, പുതുപ്പെണ്ണുമായി സുഖിക്കാൻ ഇത്രയും നല്ല സ്ഥലം ഈ മലമുകളല്ലാതെ വേറെ ഏതാ? കണ്ടില്ലേ ചെക്കന് നാണം വന്നത്? എന്നാ മാഡം ഞാനങ്ങോട്ട്. അത് ശരി, പുതുപ്പെണ്ണിനെ കാണാൻ ധൃതിയായല്ലേ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു മാഡം. പോയി വരൂ. ദാ അത് കണ്ടോ? ഡ്രൈവർ കണ്ടില്ല, കുഴപ്പമില്ല അല്ലേ? ആ, ഇറങ്ങിക്കോ. ആ ലഗേജ് ക്വാർട്ടേഴ്സിന് മുന്നിലേക്ക് വെച്ചോളൂ, ഞങ്ങൾ എത്തിയേക്കാം. ശരി സർ. വാ. ഹായ്, വെൽക്കം മിസ്റ്റർ ശരത് ആൻഡ് മിസ്സസ് ശരത്. ഓ, അമ്മാവന്റെ മകള് സുന്ദരിയാണല്ലോ. വാ, അകത്തേക്ക് വാ. കം ഫെർണാണ്ടസ്, ഇതാരാ വന്നേ നോക്കിയേ. കം സിറ്റ്, ഞാനിപ്പോ വരാം. ഓക്കെ ഓക്കെ മാം. വാ. ആഹാ, വെൽക്കം ശരത്. താങ്ക് യു സർ. വെൽക്കം മൈ ചൈൽഡ്. കാലത്തെ തിരിച്ചു അല്ലേ? അതെ. ആ,
യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ മോളെ? അതെ അങ്കിൾ. സാറൊന്ന് വിളിക്കേ. എന്താ ശരത്, നീ എന്തിനാ അവളെ പേടിപ്പിക്കുന്നേ? നീ എന്റെ മകനെ പോലെയാ. അപ്പൊ അവൾ എന്റെ ആരാ? മൈ ഡോട്ടർ ഇൻ ലോ. യു അണ്ടർസ്റ്റാൻഡ്? എന്താ ഒരു ചിരി? തമാശയാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. ദേവി എന്നെ അങ്കിളെന്ന് വിളിച്ചപ്പോ ശരത്ത് കയറി ചൂടായി. അതിന് ഞാൻ അവരെ വഴക്ക് പറയായിരുന്നു. അങ്കിളെന്നല്ലേ വിളിച്ചുള്ളൂ, അപ്പൂപ്പാന്ന് വിളിക്കാഞ്ഞത് ഭാഗ്യം. നല്ല യാത്രാക്ഷരമുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. അങ്കിളാണത്രേ അങ്കിൾ. വന്നാലും മഹാറാണി, അടിയന്റെ കുടിലേക്ക് സ്വാഗതം. ഓഹോ, നമ്മെ നയിച്ചാലും വത്സ. വരൂ ഭദ്രേ. വലതുകാലം വെച്ച് കയറിക്കോളൂ. അയ്യോ, എന്താ ചേർത്തേട്ടാ ഒരടുക്കം ചിട്ടയില്ലാതെ ഈ മുറിയൊക്കെ എന്താ അലങ്കോലമായി ഇട്ടിരിക്കുന്നത്? ഇവിടെ എങ്ങനെ താമസിക്കും? എല്ലാം വൃത്തിയാക്കി ഒന്ന് അടുക്കി പെറുക്കി വെച്ചൂടെ? അമ്പടി വന്ന് കേറിയില്ല, അതിനു മുമ്പ് ഭരണം തുടങ്ങിയോ? പുത്തനച്ച കയറിയെങ്കിൽ പെരപ്പുറം തൂക്കല്ലേ. ഓ ചേർത്തേട്ടാ. നടക്കടി. ആ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. എന്താണാവോ ഒരു ആലോചന? ചേർത്തേട്ടാ, ആ, നമുക്ക് ഈ ഷെൽഫ് ഇവിടെ വെക്കാം. ഉം. പിന്നെ ഈ TV ഡ്രോയിങ് റൂമിലേക്ക് മാറ്റാം. അതും ഓക്കെ. പിന്നെ ആ, നമുക്ക് ദൈവങ്ങളുടെ പടം ഇവിടെ വെക്കാം. അത് വേണോ? അതെന്താ? അല്ല, ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ, ദൈവങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ദേ ശരത്തേട്ടാ, ദൈവങ്ങളോട് കളിക്കില്ലേ? ഇല്ല എന്റെ മോളെ. അയ്യോ, ശരത്തേട്ടാ. താഴെ ഇറക്കുന്നേ. ശരത്തേട്ടാ, 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 ശരത്തേട്ടാ. ഈ ശരത്തേട്ടൻ എവിടെ പോയി? ശരത്തേട്ടാ, ശരത്തേട്ടാ. അയ്യോ, ഞാൻ പേടിച്ചു പോയി. എന്തിനാ പേടിക്കുന്നേ? ഇതെന്തൊരു കയറ്റോ ചേർത്തേട്ടാ? ഇതെന്തിരിക്കുന്നു, ഈ ഇറക്കം കഴിഞ്ഞാൽ വലിയൊരു കയറ്റമാ.
അയ്യോ, ഇനി ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ അയ്യോ, ശരത്തേട്ടാ, താഴെ ഇറങ്ങുന്നേ. എന്റെ നടുവ്. ഈ ശരത്തേട്ടൻ എന്ത് പണിയെ കാണിച്ചേ? ഞാനില്ല ഈ ശരത്തേട്ടന്റെ കൂടെ. ശരത്തേട്ടാ, 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 എനിക്ക് ശരത്തേട്ടാ. അയ്യോ, ആരുമില്ല ഇവിടെ. ആരെങ്കിലും സഹായിക്കാൻ വരണേ. അയ്യോ. ഹലോ, എന്താ മാഡം? എന്തു പറ്റി? പേടിച്ചു പോയോ? അയ്യേ, ഈ ശരത്തേട്ടൻ എപ്പോഴും എങ്ങനെയാ? ആ ഇവിടെ ഇരിക്കാം. എത്ര മനോഹരമായ സ്ഥലം അല്ലേ ശരത്തേട്ടാ? ഈ മഞ്ഞുമലകളും പുൽമേടുകളും ശരിക്കും സ്വർഗത്തിലെത്തിയ പോലെ. നിന്റെ ഈ കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോഴാണ് എനിക്കേറെ സന്തോഷം ലഭിക്കുന്നത്. നിന്റെ ഈ സൗന്ദര്യം ലോകത്ത് മറ്റൊന്നിനില്ല മോളെ. ശരത്തേട്ടാ, എന്താ ഈയിടെ നിന്നെ തോട്ടത്തിലൊന്നും കാണാനില്ലല്ലോ. അത് അമ്മ നമ്മ മാനേജര് ശരത്ത് തന്നെ പുറത്താക്കിയല്ലേ? എസ്റ്റേറ്റിലേക്ക് നിനക്ക് തിരിച്ചു കയറണ്ടേ? വേണമ്മ, പക്ഷെ മാനേജര് അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ അതിനു വേണ്ടി നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്നമ്മ? എടാ, ഇക്കാര്യം ഞാനും നീ മാത്രമേ അറിയാവൂ. പുറത്തു പറയരുത്. എന്നമ്മ അത്? ഈ ഷൺമുഖത്തെ ഇത്രയ്ക്ക് വിശ്വാസമില്ലേ? എന്നെ കൊന്നാലും ഞാൻ சொல்ல മാട്ടെ. ആ മാനേജറുടെ പൊണ്ടാട്ടി അവനെ വിട്ട് ഇവിടുന്ന് പോണം. അയ്യോ, എന്നമ്മ ഈ പറയണത്? അവരെ തമ്മിൽ എങ്ങനെങ്കിലും പിരിപ്പിക്കണം. എതുക്കമ്മ അത്? എടാ, അതൊന്നും നീ അറിയണ്ട. നിനക്ക് പറ്റോ ഇല്ലയോ? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഇതിരിക്കട്ടെ. അല്ല ശനി, മാനേജറെ ഭാര്യയും തമ്മിൽ പിരിപ്പിച്ചിട്ട് ഗ്ലോറിയമ്മക്ക് എന്ത് കിട്ടാനാ? ആലിപ്പഴം പറിച്ചാ പോരെ, ആല് വെട്ടാൻ നിൽക്കണം. അത് ശരിയാ. ദേവി മഹാമായേ, ദേവീ സ്പർശമുള്ള പേരാണ് മകളുടേതെന്ന് നാം അറിയുന്നു. നാം അറിയുന്നു. രണ്ടക്കമുള്ള പേര് എന്താണ് മകളെ? സ്വാമികൾ എവിടുന്നാ? ഞങ്ങൾ കന്യാകുമാരി മുതൽ കാഞ്ഞങ്ങാട് വരെ സഞ്ചരിച്ച് പ്രവചനങ്ങൾ നടത്തി വരികയാണ്. ഇത് ഷൺമുഖാനന്ദ തിരുവടി. നമസ്കാരം. നമ്മുടെ അരുമ ശിഷ്യൻ പാപ്പു തിരുവടികൾ. ഗുജറാത്തിലെ ഭൂകമ്പം മുൻകൂട്ടി കണ്ടു പ്രവചിച്ചത് ആരാ? ഷൺമുഖാനന്ദ തിരുവടികൾ. ക്ലിന്റന് ചൊവ്വാ തോട്ടത്താൽ പേര് ദോഷമുണ്ടാവുന്ന പ്രവചിച്ചത് ആരാണ്? നമ്മുടെ അരുമ ശിഷ്യൻ പാപ്പു തിരുവടികൾ. പല്ല് ചിരച്ചത് കേട്ടില്ലേ? പല വീടുകളും കയറിയിറങ്ങി പ്രശ്നങ്ങൾ പ്രവചിച്ചു പരിഹരിച്ചു വരികയാണ് ഞങ്ങൾ. മകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളും പറയാം. ഉള്ളത് പറയാൻ ഞങ്ങൾ ദക്ഷിണ വാങ്ങാറേ ഇല്ല. എല്ലാം സ്വസ്ഥമായിരുന്ന് വിശദമായി പറയണം. സ്വാമികൾ അകത്തേക്ക് വന്നാലും. ഭൈരവാ, കഷ്ടങ്ങൾ കാണുന്നുണ്ടല്ലോ കുഞ്ഞെ. ഏതോ ദുഷ്ടശക്തിയുടെ അദൃശ്യ വലയം ഈ വീടിനെ ആകെ വളഞ്ഞിരിക്കുന്നു. ആ അദൃശ്യ ശക്തി ഈ വീട്ടിലൊരാളിൽ ആവേശിച്ചിട്ടുണ്ട്. അതാരാണെന്ന് പറയാമോ? ഗുരു അതിപ്പോൾ പറയും. ഭൈരവാ, ശകാരം. ശകാരത്തിൽ തുടങ്ങുന്ന പേരുകാരൻ. അവനിലാണല്ലോ മകളെ ശക്തി കുടികൊള്ളുന്നത്. അവൻ കുട്ടിയുടെ ഭർത്താവാണ്. ഭൈരവാ, അടങ്ങാത്ത ലൈംഗിക ദാഹവുമായി മരണമടഞ്ഞ ഒരു പുരുഷന്റെ ആത്മാവ് ഇവിടെ പ്രേതരൂപിയായി അലഞ്ഞു നടക്കുന്നു. കണ്ടവരുടെ എല്ലാം ദേഹത്ത് കയറി അവൻ ഇതുവരെ ധാരാളം പെണ്ണുങ്ങളെ കൊന്നു കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവനെ തളച്ചതായിരുന്നു. പക്ഷേ മകളെ, എന്റെ മാന്ത്രിക വലയം ഭേദിച്ചുകൊണ്ട് അവൻ എങ്ങനെയോ കടന്നു കളഞ്ഞു. ഭയക്കരുത്, അവനിപ്പോൾ നിന്റെ ഭർത്താവിന്റെ ദേഹത്ത് വസിക്കുന്നു. ഭൈരവാ. അമിതമായ ഉത്കണ്ഠ, വിചിത്രമായ ആംഗ്യപ്രകടനങ്ങൾ, മുൻകോപം, ഇവയെല്ലാം അവന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് മകളെ. ഭർത്താവുമായി കഴിയുന്നതു അകന്നു നിൽക്കുക. ഒരുമിച്ചുള്ള ശയനം ചിന്തയിൽ പോലും വരരുത്.
എന്താണ് മിസ്റ്റർ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലാതെ 3 ടൺ കോഫി ഇന്ന് ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ലോഡ് എത്താത്തത് കൊണ്ട് ഞങ്ങൾക്കത് മിസ്സായി. എത്ര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് നഷ്ടമായതെന്ന് അറിയാമോ തനിക്ക്? സാർ, അത് ലോഡ് ഞങ്ങൾ അയച്ചിരുന്നല്ലോ. ദാറ്റ്സ് യുവർ പ്രോബ്ലം. ഞങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ലോഡ് കിട്ടണം. ഇല്ലെങ്കിൽ നിങ്ങളുമായുള്ള സകല ബിസിനസ്സും ഞങ്ങൾ അത് അവസാനിപ്പിക്കും. മുതലാളിയുമായി സംസാരിച്ചിട്ട് നോ, നിങ്ങളാണ് അതിന് ഉത്തരവാദി. നിങ്ങൾ മാത്രം. യൂസ്ലെസ്. ലെറ്റ്സ് ഗോ. കം ഓൺ. എന്താ സർ, എന്താ പ്രശ്നം? പോരാ അവിടുന്ന്. കാര്യം തിരക്കാൻ വന്നിരിക്കും. നോക്കി നിൽക്കാതൊക്കെ പണിയെടുക്കടാ. ഛേ, നാശങ്ങള്. ഛേ, ആകെ നാണക്കേടായി. ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ല. എല്ലാത്തിനും പറഞ്ഞു വിടണം. എന്താടി? പോകുന്നുണ്ടോ ഇവിടുന്ന്? എന്താ ദേവി, എന്താ കാര്യം? എന്നെ തൊടരുത്. എന്താ നിനക്ക് പറ്റിയത്? പോ, ദൂരെ പോ. എന്നെ കൊല്ലാനല്ലേ? മാറിപ്പോ. ദേവി, എന്താ നീ പറയുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാ പറ. സ്വാമി പറഞ്ഞതാ, ശരത്തേട്ടന്റെ ദേഹത്ത് പ്രേതം കൂടിയിട്ടുണ്ട്. എന്നെ കൊല്ല് ശരത്തേട്ടൻ, എന്നെ കൊല്ല് ശരത്തേട്ടൻ, എന്നെ കൊല്ല് ശരത്തേട്ടൻ, എന്നെ കൊല്ലും. കണ്ടോ, ചിരിക്കുന്ന കണ്ടോ? പ്രേതം കൂടിയ ഇങ്ങനെയാന്നാ സ്വാമി പറഞ്ഞത്. ഏത് സ്വാമികളാണ് നീ കള്ളത്തരൊക്കെ പറഞ്ഞു പേടിപ്പിച്ചേ? ഷൺമുഖാനന്ദ സ്വാമികളും പാപ്പു സ്വാമികളും. അല്ല, കാണാൻ അവരെങ്ങനെ? താടിയും മുടിയും വളർത്തിയിട്ടാ. ഒരാൾക്ക് പൊക്ക കുറവാ. അവര് കന്യാകുമാരിന്ന് വന്നവരാ. കന്യാകുമാരിന്നോ? എടി, ഞാൻ ഈ എസ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കിയ 2 ഫ്രോഡുകൾ അവന്മാരെ, ഷൺമുഖനും പാപ്പിയും. അവരായിരിക്കും നിന്നെ പേടിപ്പിച്ചിട്ടുണ്ടാവുക. എനിക്കിട്ടൊരു പണി തരാൻ തക്കം നോക്കി നടക്കുകയായിരുന്നു രണ്ടും. അതെല്ലാം വിശ്വസിക്കാൻ നിന്നെ പോലെ ഒരു മണ്ടിയും. പിന്നെ ശരത്തേട്ടൻ എന്തിനാ എന്നോട് ചൂടായത്? അത് പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് 2 എക്സ്പേർട്ടന്മാരുടെ ചീത്ത കേട്ടു. ആ ടെൻഷനിലാണ് ഞാനിങ്ങോട്ട് വന്നത്. ഓ, അങ്ങനെയാണോ? അല്ല, എന്റെ ദേഹത്ത് മറുത കൂടിയിരിക്കോ. പിന്നെ ഞാനിപ്പോ കൊല്ലും. ശരത്തേട്ടാ. വേണ്ടാട്ടോ. വിടണേ. ഊണ് കഴിക്കാൻ വരുമല്ലോ അല്ലേ? പിന്നെ ഉച്ച വരെ നിന്നെ പിരിഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ഒരാഴ്ച കൂടെ ലീവ് എടുത്താലോന്ന് ആലോചിക്കാം. അത് വേണ്ട, സാറ് വേഗം സ്ഥലം വിട്. മടി ചക്കും. പിന്നെ എന്നാ ഞാൻ പോയിട്ട് വരാം. ബൈ. ബൈ. ശരത്, റോസ് ഗാർഡൻ വരെ എനിക്ക് ലിഫ്റ്റ് വേണം. അതിനെന്താ, കേറിക്കോളൂ. സ്പീഡിൽ വിട്ടോട്ടാ. മാഡം, നേരെ ഞാൻ കാത്തിരിക്കുന്നറിയോ? പ്ലീസ് മാഡം, പ്ലീസ് മാഡം. എന്റെ പേര് ഇക്കിളിയുണ്ടോ? മാഡം, മാഡം പ്ലീസ്, പ്ലീസ് പറയുന്നു ഇത്. ഇതെന്താ ഇത്? മാഡം പ്ലീസ്, പ്ലീസ് ഇറങ്ങ. മാഡം ഇറങ്ങിയില്ലെങ്കിൽ ഞാനിപ്പോ ഇറങ്ങിപ്പോകും. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ജോലിക്ക് വന്നത്. എന്നെ പോകാൻ നിർബന്ധിക്കരുത്. ഗ്ലോറി, എന്താ ഗ്ലോറി, എന്താ ഇവിടെ? വണ്ടി എടുക്കാൻ വരുന്നില്ലേ? എന്നെ ഒന്ന് വീട്ടിൽ വിടെ. കേറ്.
ദേവി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മട്ടുണ്ടല്ലോ. ചെറുത്തേട്ടും പോയാ പിന്നെ എനിക്കെന്താ പണി? കുളിച്ച് നനച്ചതൊക്കെ വിരിക്കുകയായിരുന്നു. ഓഹോ, വരൂ മാഡം, അകത്തൊന്ന് കയറിയിട്ട് പോവാം. പുത്തൻ കുടുംബത്തിന്റെ താമസമൊക്കെ ഞാനൊന്ന് കാണട്ടെ. വരൂ മാഡം. വൗ, വീടാകെ മാറിയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ. ദേവിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്. ബ്ലാക്ക് ടീയാ? പാല് തീർന്നു പോയി. പാലില്ലേ? ഒരു വീടായ അതൊക്കെ കരുതി വെക്കണ്ടേ? മാനേജർ സാറ് വീട്ടുകാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല അല്ലേ? അവനെ ഞാനൊന്ന് കാണട്ടെ. ദേവി പേടിക്കണ്ട, ശരത്ത് എനിക്ക് സ്വന്തം അനുജനെ പോലെയാ. അതിന്റെ ഒരു ഫ്രീഡം ഞാൻ എടുക്കും കേട്ടോ. കുട്ടി തെറ്റിദ്ധരിക്കാതിരുന്നാ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ദേവി വലിയ ഭക്തിയാണല്ലേ? ശരി. ആരും കാണുന്നില്ലല്ലോ. ഏയ്, ആരാ? എന്ത് വേണം? നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലും ആകട്ടെ, അറിഞ്ഞിട്ട് എന്ത് വേണം? ഓ, അപ്പൊ നിങ്ങളാണല്ലേ മാനേജറുടെ പുതിയ ഭാര്യ? പുതിയ ഭാര്യയോ? കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആകാത്ത ഭാര്യമാരെ പിന്നെ പുതിയ ഭാര്യ എന്നല്ലാതെ പഴയ ഭാര്യ എന്ന് പറയാൻ ഒക്കുവോ? ഓ, അങ്ങനെ. ആ, ആട്ടെ കൊച്ചേ, നീ ഏതാ? ഞാൻ ലക്ഷ്മി, മാനേജറുടെ മാനേജറുടെ ആഹാരം കൊണ്ടുവന്നിരുന്ന ആളാ. ഓ, ശരത്തേട്ടാ, ഇന്ന് ലക്ഷ്മി വന്നിരുന്നു. ആ ലക്ഷ്മിയോ? അതേതാ ആ ലക്ഷ്മി? ശരത്തേട്ടാ വേണ്ട, എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ. നീ ചുമ്മാ പെണങ്ങല്ലേ. ആരായി പുതിയ കഥാപാത്രം? പുതിയതൊന്നും അല്ല, ശരത്തേട്ടന് ആഹാരം കൊണ്ടു തന്നിരുന്ന ആ പെണ്ണില്ലേ, അത് തന്നെ. ഓ, നമ്മുടെ ലക്ഷ്മിക്കുട്ടി. നമ്മുടെ ലക്ഷ്മിക്കുട്ടിയോ? ശരത്തേട്ടന്റെ ആരാ അവള്? എനിക്കെങ്ങും ഇഷ്ടപ്പെട്ടില്ല ആ സാധനത്തിന്. അതിന്റെ ഒരു നാക്കും ശരത്തേട്ടന്റെ പേര് പറഞ്ഞപ്പോഴുള്ള ഒരു കുഴഞ്ഞാട്ടോ. അതിന് നീ എന്തിനാ ചൂടാവുന്നേ? അവളെന്റെ കാമുകിയൊന്നുമല്ലല്ലോ. കാമുകയോ? കാമുകയുടെ കാര്യമൊന്നും ഇവിടെ ഇപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഓ, ഒന്ന് തണുക്ക് എന്റെ ഭാര്യ. അവൾ ഒരു പൊട്ടിപ്പെണല്ലേ. വെറുതെ അതിന്റെ കാര്യവും പറഞ്ഞ് നമ്മുടെ നല്ലൊരു രാത്രി കളയണോ? മതിയെങ്കിൽ മതി. ശരത്തേട്ടാ, നാളെ എന്താ പ്രോഗ്രാം? നാളെ നമ്മള് നെല്ലിയാമ്പതിയുടെ ഏറ്റവും സുന്ദരമായ പ്രദേശത്തേക്ക് പോവുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒന്നും ശല്യമില്ലാത്ത സുന്ദരമായ സ്ഥലത്തേക്ക്. പതുക്കെ. ആ, അങ്ങനെ. Come on.
ലക്ഷ്മി ലക്ഷ്മി എന്താ എന്താ പറ്റിയേ വാ, പതുക്കെ നടക്ക്. ഇവിടെ ഇരിക്ക. എന്താ പറ്റിയത് ലക്ഷ്മിക്ക്? എന്താ പറ്റിയേ? വെള്ളം വല്ല വേണം? എടീ ലക്ഷ്മി, ഇന്ന് ഞാൻ അവളെ കൊല്ലും. എടീ, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി. ഇന്ന് ഞാൻ അവളെ കൊല്ലടി. എടീ, കുടുംബത്തിന്റെ മാനൊക്കെ എടുത്തില്ലേ? എന്നെ കൊല്ലടി. എന്നെ വിടാ. നീ ഇനി ജീവിക്കാൻ ജീവിക്കണ്ടടി. കൊല്ലടി. വാ. ഷൺമുഖ വിട്, അവളെ വിടാൻ. കണ്ടില്ലമ്മ, ആരൊക്കെയോ കൊണ്ട് വയറ്റിലുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ മാനക്കേട് സഹിച്ച് എന്തിനാ അമ്മ ഞാനിനി ജീവിച്ചിരിക്കുന്നു? ഇവിടെ ഞാൻ ഇന്ന് കൊല്ലും. എന്നിട്ട് ഞാനും ചാവും. ഷൺമുഖ കത്തി താഴെയിട്, താഴെയിട്. ഷൺമുഖം വാ, വരാൻ. എന്റെ ആശാനെ, ഇത്രയും നല്ലൊരു സാധനം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചുമ്മാതല്ലടാ നമ്മളെ പർണാടസ് മുതലാളി വളവളാന്നിരിക്കുന്നത്. ഇതല്ലേ ദിവസവും കഴിക്കുന്നത്? അല്ല ആശാനെ, ഈ ഗ്ലോറിയമ്മക്ക് എന്താ മാനേജർ സാറോടുത്ത ദേഷ്യം? ദാ, കള്ള് കുടിച്ചാ പോരെ, ഒരു അച്ചാറിനാക്കണോ? എടാ ആശാനെ, ഇനി മാനേജരും ഗ്ലോറിയമ്മയും തമ്മിൽ വല്ല സുനാട്ടിഫിക്കേഷനും ഇല്ലേ? ഇനി ഫെർണാണ്ടസ് സാറും നമ്മുടെ മാനേജറുടെ ഭാര്യയും തമ്മിൽ വല്ല ടിക്കിലോ? എടാ പാവി, കണ്ണടച്ച് പാല് കുടിച്ചാ പോരെ, അത് കുപ്പിയാണോ നിപ്പിളാണോ എന്ന് തപ്പി നോക്കണോ? നിന്നെ ഞാൻ ആശാനെ, കള്ളു കുടിച്ചു, ഇനി കാര്യങ്ങൾ എങ്ങനെ സാധിക്കും? മോനെ പാപ്പു, ആ. നാളെ പഞ്ചായത്തല്ലേ, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ആ ഇരിക്കും. തുടങ്ങട്ടെ അമ്മ. കങ്കാണി ഷൺമുഖൻ അനന്തവൻ ലക്ഷ്മിക്ക് വയറ്റിൽ പൂത്തിരിക്കുന്നു. അവക്ക് കണവനില്ലാത്തതിനാലും ചെയ്തതാരെന്ന് ചൊല്ലാത്തതിനാലും ചോദിച്ച് തെരിഞ്ഞ് വേണ്ടത് ചെയ്യാൻ ഈ പഞ്ചായത്ത് കൽപ്പിക്കുന്നു. ചൊല്ലമ്മ, ഇതല്ല ഉണ്മയാ? ഇത് ചെയ്ഞ്ചത് ആര്? இதுக்கு காரணம் யாரு கிடாவே? நம்ம கூட்டத்துல சேர்ந்தவனா வெளியில இருந்து வந்தவனா? உண்மையை சொல்லியா நினைக்கு அவனை கிடைச்சிடும். சொல்லு. சொல்லு கிடாவே. മാനേജർ സാറാണ്. ഇവരാ? അതെ. ലക്ഷ്മി, ഇത് കള്ളമാണ്. ആരും ഇത് വിശ്വസിക്കരുത്. ഞാൻ നിരപരാധിയാണ്. இந்த விஷயத்தில் பெண் சொல்லுதான் கேட்க வேண்டியது. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മുൻപാകെ എനിക്ക് ചിലത് പറയാൻ അനുമതി തരണം. നീ சொல்லு. ഇവിടെ ആകെ പോകാറുള്ളത് മാനേജർ സാറുടെ വീട്ടിൽ മാത്രമാണ്. ഭാര്യ വരുന്നതിന് മുമ്പ് പലപ്പോഴും ഇയാൾ ഇവളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. കള്ളം പറയുന്നുണ്ട് റാസ്കൽ. അനന്തരവളെ പോലും കൂട്ടിക്കൊടുക്കുന്ന അവന്റെ തലയിലത്. നിന്നെ ഞാൻ ദേവി നിൽക്കൂ.
പ്ലീസ് ഞാൻ പറയുന്നത് ദേവി, ഞാൻ നിരപരാധിയാ. അവരെല്ലാവരും എന്നെ ചതിച്ചതാ. പ്ലീസ് ദേവി, പറയുന്നത് ദേവി കരയല്ലേ മോളെ. ദേവി തുടരുതെന്നെ. ചെറുത്തേട്ടാ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതിലും ഭേദം കൊല്ലമായിരുന്നില്ലേ ചെറുത്തേട്ടന്? മോളെ കരയിലടി. ഈ ശരത്തേട്ടനും നിനക്ക് വിശ്വാസമല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എന്നോട് സംസാരിക്കാനുള്ള അവകാശം പോലും ഇനി നിങ്ങൾക്കില്ല. ഒരു ഭാര്യയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് നിങ്ങൾ ചെയ്തത്. ഇതുവരെ നടന്നതെല്ലാം എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം. ദുഷ്ടനാ നിങ്ങള്. എനിക്ക് വേണ്ട നിങ്ങളെ. ദേവി, ഇന്ന് ഇത് വെച്ചോ. എന്നാലും എന്റെ ഷൺമുഖ, നീ ആ പെൺകുട്ടിയെ കൊണ്ട് എങ്ങനെ ഇത് സമ്മതിപ്പിച്ചു? ഓ, അതൊക്കെ വലിയ കാര്യമാണ് കൊച്ചമ്മേ. ഈ ഷൺമുഖം പറഞ്ഞാൽ അവൾ കേൾക്കണോ? അങ്ങനെയല്ലേ ഈ ഷൺമുഖമാമ അവളെ വളർത്തിയത്. അത് കൊള്ളാം. എന്നാ നീ ഇവിടെ നിൽക്കേ. നിനക്ക് വേണ്ടി ഞാൻ വേറൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ? കണ്ടോടാ ഈ ഷൺമുഖൻ ഒരു കാര്യമായിട്ടാ ഇങ്ങനെയാ. പൈസക്ക് പൈസയും പിന്നെ സമ്മാനോ. സമ്മതിച്ചിരിക്കുന്നു. അടിപൊളി. ഇത് കൂടി ഇരിക്കട്ടെ. ഇനി ഒരു ആവശ്യം വന്നാൽ നീ എന്റെ കൂടെ നിൽക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ കൊച്ചമ്മേ? എന്നാ ഷൺമുഖം പൊയ്ക്കോളൂ. ഓ, ഒരു കുടുംബത്തെ പിരിക്കാനുള്ള കൂലി അല്ലേ? അതെ, ഇതെന്റെ പേഴ്സണൽ മാറ്ററാ. എന്ത് വേണം ഫെർണാണ്ടസിന്? സാർ, എന്താടാ? സാറിന്റെ ഭാര്യനെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. എവിടെ? നമ്മുടെ എസ്റ്റേറ്റ് ക്ലിനിക്കിലാ. ആ, സാർ, ശരത്തേ, ദേവിക്ക് എന്ത് പറ്റി? please, പറയുന്നത് കേക്ക്. പറയുന്നത് ദേവിക്ക് എന്ത് കേൾക്കാൻ. പറ്റി, സാർ? ദേവി, ഡോക്ടർ അകത്ത് പരിശോധിച്ചോണ്ടിരിക്കല്ലേ? പറയുന്നത് എനിക്ക് കേക്ക്. എന്റെ ദേവിയെ ബഹളം കാണണം. വെക്കാതെ. എനിക്ക് എന്റെ ദേവിയെ കാണണം, സാർ. സമാധാനമായിട്ട് എന്നെ അകത്തേക്ക് വീട്, സാർ. സമാധാനമായിട്ടിരിക്കാൻ. Please, സാർ. പറയുന്നത് എന്നെ കേട്ടില്ലേ? അകത്തേക്ക് വീട്, സാർ. പറയുന്നത് കേൾക്കാൻ. സാർ, എനിക്ക് എന്റെ ശരത്തേ, ദേവിയെ ഒന്ന് കാണണം. ശരത്തേ, ഇങ്ങനെ ബഹളം വെച്ചോണ്ട് എന്താ പ്രയോജനം? എന്റെ ദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനിക്ക്. സാർ, ആരാ ബഹളം വെക്കുന്നെന്ന് നോക്കൂ. ചുമ്മാ ഇരിക്കും ശരത്തേ. സമാധാനിക്ക്. ഞാൻ പറഞ്ഞേക്ക്. ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? ശരി. നിങ്ങളൊന്ന് അടങ്ങിയിരുന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റൂ. പ്ലീസ്. சரி, cool down, cool down. நீ எங்கடி நாயே? இங்க வாடி. ஏன் குழந்தைக்கு வேற தகப்பனா? இங்க வாடி நாயே. இறங்கி வாடி. எடி, உன்னக்கு நினைச்சு பொண்ணால இருந்தா என்ன ஏமாத்திய சொல்லடி பாவி. ஏமாத்தல. டி, ஏன் குழந்தைக்கு வேற தந்தை சொல்லடி. ஏன் குழந்தைக்கு எப்படி வாழ்க்கை இந்த சார்ஜ் சத்தியம் பண்ணணும். இவ வயிற்றுல பூந்தது ஏன் குழந்தைதான். அதுக்கு வேற தந்தை இப்படி சொல்லி இருக்கு. இவனை சும்மா விட மாட்டேன். சொல்லடி நாயே. പൂത്തത് ഏൻ കുഴந்தையா? എന്നോട് ക്ഷമിക്കണം മുത്തോണ്ണ. എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. എന്റെ ഗർഭത്തിന് ഉത്തരവാദി മാനേജറാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ചവിട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഞാൻ എന്ത് ചെയ്യും? യാർ சொன்னது? ഷൺമുഖ മാമ. ഷൺമുഖനാ? തീർത്ത് ദാസ് ചുമ്മാ വിട മാട്ടേ. ഷൺമുഖന്റെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് നീ വേറെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ആ മാനേജറുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ച് സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആദ്യം അവിടെ പോയി സത്യം തെളിയിക്ക്. വാടി. എങ്ങളെ മன்னிச்சிடம்மா. മാപ്പ് ലഭിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്നറിയാം. வேற வழி இல்லாம தான் இவ அப்படி தப்பு சொன்னது. இங்க நல்ல மனசால இவளை மன்னிச்சிடுமா.
എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു ഷൺമുഖ മാമൻ. മുത്തണ്ണ, നമ്മുടെ ഷൺമുഖം പുറത്ത് ഒളിച്ചു നിൽക്കുന്നു. அப்படியா? டேய்! ഞാൻ വരട്ടെ. ഇപ്പൊ സമാധാനമല്ലേ എന്റെ പുത്രി? ദേവി, ദേവി ഇങ്ങോട്ട് നോക്കിയേ. ഇന്നലെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എന്തായിരുന്നു ഇവന്റെ പെർഫോമൻസ്? ലോകത്തിൽ വേറെ ഒരു ഭാര്യയും ഭർത്താവും ഇല്ലാത്ത പോലെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ദേവി ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട് ഡോക്ടർ. ശരത്, 1 മിനിറ്റ്. ശരത്, ഇനി അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഷീസ് പ്രഗ്നന്റ്. താങ്ക് യു ഡോക്ടർ. എന്താണ് പതിവില്ലാത്ത തന്റെ മുഖത്തൊരു സന്തോഷം? ഞാനൊരു അച്ഛനാകാൻ പോവാന്ന് ഡോക്ടർ പറയായിരുന്നു. വാട്ട് എ സർപ്രൈസ്. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ ശരത്. താങ്ക് യു കൺഗ്രാറ്റുലേഷൻ. സാർ. താങ്ക് യു സാർ. ഓണം ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടണം. ഇനി ഒരൊറ്റ നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മാവൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ വരികയാണ്. പക്ഷേ 2 ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ. ഒത്തിരി കണക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. എന്നാ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. കാര്യങ്ങളെല്ലാം എത്രയും വേഗം ശരിയാക്കി നാട്ടിലേക്ക് പോന്നോളൂ. എനിക്ക് ഒടുവിൽ എനിക്കിത് ചെയ്യേണ്ടി വന്നു. എന്നെ ജീവനം നഷ്ടപ്പെട്ട എനിക്ക് നിങ്ങളും ഇവർക്കറിയാവുന്നത് കണ്ടിരിക്കാനായില്ല. പക നിറഞ്ഞ ഈ ജന്മം അവസാനിപ്പിച്ചതിൽ എനിക്കൊരു ശകലം പോലും കുറ്റബോധമില്ല. ഇനി എന്റെ യാത്ര ജയിലിലേക്കാ. ഇവളൊരിക്കൽ തടവറയിൽ ജീവിതം ഹോമിച്ച എനിക്ക് ആ ജയിൽ സ്വർഗമായിരിക്കും. ഞാനിനി വരാം, വരാതിരിക്കാം. ഇനി ഈ കാണുന്നതൊക്കെ നിങ്ങളെ വേണം നോക്കി നടത്താൻ. നിങ്ങൾ എന്റെ മക്കളാ.